നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ VV മത്തായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 15-ന് ബാങ്കിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണാനുഭവ കൺവെൻഷൻ ആരംഭിച്ചു. ആദ്യ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്താൻ മാർ തോമസ് തറയിൽ വചനപ്രഘോഷണം നടത്തി. രാജ്യത്തെ ജനാധിപത്യ BJP സർക്കാർ കൽത്തുറങ്ങിൽ അടച്ചെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. മതസൗഹാർദ്ദ സംഗമമായി പല്ലാരിമംഗലത്ത് സമൂഹ ഇഫ്താർ മീറ്റ് നടന്നു. പല്ലാരിമംഗലം ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ മീറ്റ് നടത്തിയത്. ദൈവം കനിഞ്ഞു നൽകിയ മനോഹരമായ നീളമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കാൻ ഈസ്റ്റർ ദിനത്തിൽ മുറിച്ചു നൽകി വേട്ടാമ്പാറ വരിക്കമാക്കിൽ ലൈജു ഷീബ ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ ജെയ്ന ലൈജു മാതൃകയായി. വാർത്തകൾ വിശദമായി. തൊടുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ VV മത്തായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 15-ന് ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കൺവീനർ PM മാനുവൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ അർബൻ ബാങ്കിൽ നടന്ന വൻ അഴിമതിയും തട്ടിപ്പും സംബന്ധിച്ച് ബാങ്ക് സംരക്ഷണ സമിതി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈടുവസ്തുവിന്റെ വില പല മടങ്ങ് പെരുപ്പിച്ചു കാണിച്ച് ബിനാമി പേരുകളിൽ ക്രമവിരുദ്ധമായും ആവശ്യമായ രേഖകൾ സൂക്ഷിക്കാതെയും നിരവധി വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ വായ്പ നൽകി. ഇതിന്റെ ഫലമായി ഈടുവസ്തുക്കളിൽ നിന്നും മുതലും പലിശയും ഈടാക്കാൻ കഴിയാതെ 50 കോടിയോളം രൂപ ബാങ്കിന് നഷ്ടപ്പെട്ടു. ഇതിനു പിന്നിൽ ബന്ധപ്പെട്ടവരുടെ പങ്കുവെക്കൽ നടന്നിട്ടുണ്ട്. തിരിച്ചടവിന് ശേഷിയുള്ള വൻകിടക്കാരായ കുടിശ്ശികക്കാർക്ക് പലിശ ഇനത്തിൽ ഭീമമായ തുക ഇളവ് നൽകി ബാങ്കിന് കോടികൾ നഷ്ടപ്പെടുത്തി. ചെയർമാൻ മത്തായി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ തട്ടിയെടുത്തു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് സംരക്ഷണ സമിതി ഉയർത്തിക്കാട്ടിയത്. ഈ ആരോപണങ്ങൾക്കൊന്നും മത്തായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞില്ല. പകരം RBI സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം കുടിശ്ശിക പിരിവിൽ കൈവരിച്ച ചില്ലറ നേട്ടങ്ങൾ എടുത്തുകാട്ടി ബാങ്ക് സാധാരണ നിലയിലായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് നിക്ഷേപകരെയും ഇടപാടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ നിയമാനുസൃതം കൊടുത്ത വായ്പകളിൽ ഒരു ഭാഗം മാത്രമാണ് നാളിതുവരെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് RBI നിയന്ത്രണത്തിന് മുൻപും ചെയ്യാവുന്ന കാര്യമായിരുന്നു. 5 വർഷം മുൻപ് തന്നെ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളും കുടിശ്ശികയുടെ പെരുപ്പവും RBIയുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിരുന്നു ഡിവിഡൻഡ് നൽകുന്നത് തടഞ്ഞുകൊണ്ടുള്ള നടപടി. ഈ ബാങ്ക് 2 തരത്തിലാണ് ലോൺ കൊടുത്തിരിക്കുന്നത് കൃത്യമായി വിലയിരുത്തിയാൽ മനസ്സിലാവുന്നത്. ഒന്ന്, നിയമാനുസരണം വലിയ സാങ്കേതിക തകരാറുകളില്ലാതെ ക്രമക്കേടുകളില്ലാതെ കൊടുത്തിരിക്കുന്ന ലോണുകൾ. മറ്റൊന്ന്, വലിയ തോതിൽ വില പെരുപ്പിച്ച് കാണിച്ച് രേഖകൾ പ്രോപ്പറായിട്ട് സൂക്ഷിക്കാതെ ക്രമരഹിതമായി കൊടുത്തിരിക്കുന്ന ലോണുകൾ. ഇതിൽ ഏതാണ് പിരിച്ചെടുത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിയമാനുസരണം കൊടുത്ത ലോണുകളാണ് RBI നിയമനം ഏറ്റെടുത്തതിന് ശേഷം പിരിച്ചെടുത്തിട്ടുള്ളത്. ഈ ക്രമം വിട്ടു കൊടുത്തിട്ടുള്ള ലോണുകളൊന്നും തന്നെ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യമായി ഒന്നും തന്നെ പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ നിയമം ക്രമം വിട്ടു കൊടുത്തിട്ടുള്ള ലോണുകളാണ് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ആ ലോണുകളാണ് ഏതാണ്ട് 50 കോടി രൂപ നഷ്ടത്തിനിടയാക്കിയത്. അപ്പോൾ ആ നഷ്ടം ഇത്രയും വലിയ നഷ്ടം വരുത്തിയത്, നഷ്ടം വന്നത് എങ്ങനെയെന്നോ നഷ്ടം വന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ആ വിഷയത്തെപ്പറ്റി ഒരക്ഷരം പോലും ചെയർമാൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. ആ വിഷയത്തിലേക്ക് അദ്ദേഹം കടക്കുക പോലും ചെയ്തില്ല. എന്നാൽ ഭരണ നേതൃത്വം ക്രമക്കേടുകൾ തുടരുകയും കുടിശ്ശിക പിരിവിൽ താൽപര്യം കാണിക്കാതിരിക്കുകയും മുൻകാല ക്രമവിരുദ്ധ വായ്പകൾ പുതുക്കി നൽകരുതെന്ന RBI നിർദ്ദേശം അവഗണിക്കുകയുമാണ് ചെയ്തത്.
ബാങ്കിന്റെ സ്ഥിതി കൂടുതൽ മോശമാകുന്നുവെന്ന് കണ്ട പശ്ചാത്തലത്തിലാണ് 2 വർഷം മുമ്പ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലേക്ക് RBI നീങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് മത്തായി സ്ഥാനമൊഴിയണമെന്നും മറ്റൊരാളെ ചെയർമാനായി ചുമതലപ്പെടുത്തണമെന്നും ഉള്ള ആവശ്യം ഉയർത്തുന്നത്. രാജിവെക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മത്തായി നൽകിയ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടെന്നാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികളാണ് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് 15-ന് ബാങ്കിന് മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൺവീനർ PM മാനുവൽ, MC മാത്യു, അഡ്വക്കേറ്റ് മോഹനകൃഷ്ണൻ നായർ, ബാബു ചമക്കാല, ഹരിത തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് രാവിലെ കൊടികുത്തിയിൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് മുട്ടം ജില്ലാ കോടതിയിലെത്തി അഭിഭാഷകരെ കണ്ടു. പഴയകാല സഹപ്രവർത്തകരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ജോയ്സ് ജോർജ് അവർക്കൊപ്പം ചായ കുടിച്ചാണ് പിരിഞ്ഞത്. തൊടുപുഴ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് രാവിലെ കൊടികുത്തിയിൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് മുട്ടം ജില്ലാ കോടതിയിൽ എത്തിയ അഭിഭാഷകരെ കണ്ടു. പഴയകാല സഹപ്രവർത്തകരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ജോയ്സ് ജോർജ് അവർക്കൊപ്പം ചായ കുടിച്ചാണ് പിരിഞ്ഞത്. ജോയ്സ് ജോർജ് നാടിനായി ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസങ്ങളിലുള്ളവരും ഇത്തവണത്തെ വോട്ട് നൽകുമെന്ന് അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞു. പിന്നീട് സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് അന്തേവാസികളെ സന്ദർശിച്ചു. തുടർന്ന് തൊടുപുഴയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെൺമണിയിലും അതുപോലെ പട്ടയക്കുടിയിലും ഈ പ്രദേശത്തുമൊക്കെ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ട് കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുക. ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കുമ്പോൾ പോലും പതിറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന മറ്റ് ആളുകൾ അവരുടെ പട്ടയ നടപടികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ജീവിതമാകെ വരിഞ്ഞു മുറുക്കുന്ന വല്ലാത്തൊരു സാഹചര്യവും നമ്മുടെ ഇടയിൽ നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഇതിനകത്ത് നിലപാടുകൾ സ്വീകരിക്കണം, ഇതിനകത്ത് ശക്തമായ സമീപനങ്ങൾ ഉണ്ടാവണം, കൃത്യമായ ഇടപെടലുകൾ നടത്തണം. ആ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു 2014 മുതൽ 19 വരെയും നമുക്കറിയാം. പക്ഷെ അതിനുശേഷം ആ കാര്യങ്ങൾക്കകത്ത് ഒരു തുടർച്ചയുണ്ടായില്ല എന്നുള്ളതൊരു ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായ നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകാൻ, ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനയ പരിസരം അഭ്യർത്ഥിക്കാനുള്ളത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷ കൂട്ടായ്മ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്നും അതിന് ശക്തി പകരാൻ LDFന് വോട്ട് ചെയ്യണമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമീണ മേഖലയായ മുള്ളരിക്കുടിയിലും പട്ടയക്കുടിയിലും എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് പട്ടയക്കുടി നിവാസികൾ നൽകിയത്. പട്ടയക്കുടിയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി മുള്ളരിങ്ങാട്ട് അവസാനിച്ചു. മുള്ളരിങ്ങാട്ട് നിറപ്പകിട്ടാർന്ന സ്വീകരണ ചടങ്ങിൽ കൊന്നപ്പൂകൾ നൽകിയും ഷാൾ അണിയിച്ചും സ്ഥാനാർത്ഥിയെ വരവേറ്റു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നരേന്ദ്രമോദിയുടെ സ്വഭാവം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലും വോട്ടായി മാറുമെന്ന് BJP മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ET നടരാജൻ അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രമോദിയുടെ സ്വഭാവം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലും വോട്ടായി മാറുമെന്ന് BJP മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി. മുമ്പെങ്ങുമില്ലാതിരുന്ന രീതിയിലുള്ള വികസനമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലും തന്നിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസനവും തീവ്രവാദികളെ അടിച്ചമർത്തിയതും നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഇടുക്കിക്കാർ സംഗീത വിശ്വനാഥന് വോട്ട് ചെയ്യും. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ET നടരാജൻ അധ്യക്ഷത വഹിച്ചു. ലോക്സഭാ കൺവീനർ KS അജി, BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രഫീഷ് പ്രഭ, സംസ്ഥാന സെക്രട്ടറി ഷൈൻ K. കൃഷ്ണൻ, BJP സംസ്ഥാന സമിതി അംഗങ്ങളായ PP സജീവ്, PA വേലുക്കുട്ടൻ, സെബാസ്റ്റ്യൻ തുരുത്തിപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് വരുകുമല, VN സുരേഷ്, സന്തോഷ് തോപ്പിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ രേഖ പ്രഭാത്, അരുൺ P. മോഹൻ, ജയദേവൻ മാടവന, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി, BDJS സംസ്ഥാന സമിതി അംഗങ്ങളായ പാർത്ഥേശൻ ശശികുമാർ, മനേഷ് കുട്ടിക്കയത്ത്, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ബിജിത ബോസ് തുടങ്ങിയവർ സംസാരിച്ചു. വാഴക്കുളം ടൗണിൽ 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായിട്ടാണ് സ്ഥാനാർത്ഥി എത്തിയത്. ടൗണിൽ ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. രാജ്യത്തെ ജനാധിപത്യത്തെ BJP സർക്കാർ കൽത്തുറങ്കിൽ അടച്ചെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയും നെടുങ്കണ്ടത്ത് നടന്നു.
രാജ്യത്തെ ജനാധിപത്യത്തെ BJP സർക്കാർ കൽത്തുറങ്കലിൽ അടച്ചെന്ന AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തെങ്ങും എത്താൻ പോലും കഴിയില്ലെന്ന് BJP മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെ BJP വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം നിലനിർത്താൻ UDF വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ 3 രേഖ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഒന്ന്, ധനകാര്യ വകുപ്പിന്റെ ധവളപത്രം. അതിൽ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 മാസത്തെ കുടിശ്ശിക. 2, ഐസക്കിന്റെ ബജറ്റ് ഡോക്യുമെന്റ്. അതിൽ പറയുന്നു 3 മാസം കുടിശ്ശിക. 3, തോമസ് ഐസക് M സ്വരാജിന് നിയമസഭയിൽ കൊടുത്ത മറുപടി. അതിൽ പറയുന്നു 3 മാസത്തെ കുടിശ്ശിക. പിന്നെ നിങ്ങളും നിങ്ങളുടെ മുഖ്യമന്ത്രിയും പറഞ്ഞ ഈ 18 മാസത്തിന്റെ എന്തെങ്കിലും കടലാസുണ്ടെങ്കിൽ ഇപ്പൊ മേശപ്പുറത്ത് വയ്ക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ ഒളിച്ചോടി. കാരണം മറുപടി ഇല്ല. അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതവണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി. ഞാൻ ജേസൺ ജോസഫ് ഞങ്ങൾ വരുമ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കാണ് കോതമംഗലത്ത്. CAക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ഡീൻ കുര്യാക്കോസിനെ ഇനി ജയിപ്പിക്കണോ? മൈക്കിൽ അനൗൺസ്മെന്റ് ആണ്. 3-ാം തീയതി കോതമംഗലത്ത് പിണറായി വിജയൻ വരുന്നു എന്ന് പറഞ്ഞ അനൗൺസ്മെന്റിന്റെ കൂടെയാണ്. അപ്പോ ഇതാണ് ഇവരുടെ ശൈലി. ഇങ്ങനെ നുണ പറയുന്ന ഒരാൾ. ഇടുക്കിക്കാരോട് എന്തെല്ലാം കള്ളമാണ് പറഞ്ഞത്. കട്ടപ്പനയിൽ വന്നൊരു പ്രഖ്യാപനം നടത്തി, ഓർമ്മയുണ്ടോ? ഇടുക്കി പാക്കേജ് 12,000 കോടി രൂപ. 2021 കട്ടപ്പനയിൽ 12,000 കോടി ഇടുക്കി പാക്കേജ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. 1 രൂപ ഇടുക്കി കാർഷിക പാക്കേജിന്റെ പേരിൽ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടോ? 12,000 വേണ്ട, 1000 വേണ്ട, 500 വേണ്ട, 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു നാണമില്ലാതെ അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയും നെടുങ്കണ്ടത്ത് നടന്നു. കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പങ്കെടുത്ത റോഡ് ഷോ ആവേശമുണർത്തുന്നതായിരുന്നു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ മാത്രം നടപ്പാക്കിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എണ്ണി പറഞ്ഞു. UDF ചെയർമാൻ MJ കുര്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, KMA ഷുക്കൂർ, അഡ്വക്കേറ്റ് S അശോകൻ, ജെയ്സൺ ജോസഫ്, ജോയി വെട്ടിക്കുഴി, MJ ജേക്കബ്, EM അഗസ്റ്റി, റോയി K പൗലോസ്, ജോയി തോമസ് രാജൻ, MN ഗോപി, സേനാപതി വേണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവ കരുണാനുഭവ കൺവെൻഷൻ ആരംഭിച്ചു. ആദ്യ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വചന പ്രഘോഷണം നടത്തി. ബുധനാഴ്ച ഫാദർ ബോസ്കോ ഞാളിയത്ത് വചനം പങ്കുവയ്ക്കും. രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് അന്ധകാരനാകട്ടെ നിൻ പ്രകാശത്തിൽ രശ്മിയാനന്ദ അന്ധ. ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയുകയാണ്. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയുകയാണ്. അവിടുന്ന് നല്ലവനാണ്. അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. ഉത്സവ ഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. ഇരു കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, മനമുയർത്തി, സർവശക്തിയോടുകൂടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങിയെങ്കിൽ വാ, ഇറങ്ങിയെങ്കിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അപ്പഴെത്തിയേ ഇറങ്ങിയെങ്കിൽ വാ, ഇറങ്ങിയെങ്കിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഇറങ്ങിയെങ്കിൽ വാ, ഇറങ്ങിയെങ്കിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
ആത്മനദിയായൊഴുകി എന്നിടുന്നുവാ ആത്മശക്തിയായൊഴുകി എന്നിടുന്നുവാ ആത്മനദിയായൊഴുകി എന്നിടുന്നുവാ ആത്മശക്തിയായൊഴുകി. പരസ്പരം കരുണ കാട്ടാനുള്ള മനസ്സാണ്. അത് സന്യസ്തരുടെ ജീവിതത്തിലും ഇത് തന്നെ, മെത്രാന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയായിരിക്കുക. കാരണം എന്താണ്? നമ്മളാരും പൂർണ്ണരല്ല. അതുകൊണ്ട് അപൂർണതകളാണ് നമുക്ക് ചുറ്റും. അപൂർണതകളെ കരുണയോടെ കാണാനുള്ള കഴിവാണ് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുക. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരിൽ നിന്നും പൂർണ്ണത പ്രതീക്ഷിക്കുകയാണ്. അവര് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറിയിരിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കണം, എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. നമുക്ക് നമ്മുടെ പിള്ളേരെ കുറിച്ച് അതാണ് പ്രതീക്ഷ, ജീവിത പങ്കാളിയെ കുറിച്ച് അതാണ് പ്രതീക്ഷ, മാതാപിതാക്കളെ കുറിച്ച് അതാണ് പ്രതീക്ഷ, പള്ളിയിലെ വികാരിച്ചിനെ കുറിച്ചും അതാണ് പ്രതീക്ഷ. അങ്ങനെ എല്ലാവരെ കുറിച്ചും നമുക്ക് അവരെല്ലാം നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണം എന്നുള്ള വലിയ നിർബന്ധക്കാരൻ. പക്ഷെ വല്ലതും നടക്കൂ? ഇല്ല. കാരണം എന്താ? നമ്മളിലെല്ലാം അപൂർണതകൾ ഒത്തിരിയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ബലഹീനതകളിലാണ് എന്റെ ശക്തി, അല്ലാതെ കരുത്തിലല്ല, ബലഹീനതകളിലാണ് എന്റെ ശക്തി. അതുകൊണ്ട് തന്റെ കുറവുകളെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? നിനക്ക് എന്റെ കൃപ മാത്രം മതി, നീ നല്ല ധൈര്യമായിട്ടിരിക്കും. ബലഹീനതകളുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃപയിൽ ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കരുണയാണ്. മതസൗഹാർദ്ദ സംഗമമായി പല്ലാരിമംഗലത്ത് സമൂഹ ഇഫ്താർ മീറ്റ് നടന്നു. പല്ലാരിമംഗലം ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ മീറ്റ് നടത്തിയത്. ചടങ്ങിൽ ഫോക്കസ് ക്ലബ്ബ് ശേഖരിച്ച ഭവന നിർമ്മാണ സഹായ നിധിയും കൈമാറി. ക്ലബ്ബ് പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ അധ്യക്ഷനായിരുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ, പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. മതസൗഹാർദ്ദ സംഗമമായി പല്ലാരിമംഗലത്ത് സമൂഹ ഇഫ്താർ മീറ്റ് നടന്നു. പല്ലാരിമംഗലം ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ മീറ്റ് നടത്തിയത്. ജാതി മത വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ഞങ്ങളിത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ നാടിൻ്റെ സ്നേഹവും സാഹോദര്യവും ഒക്കെ പൊതുവായിട്ടുള്ളൊരു പരിപാടി. നിരവധി ആളുകൾ പങ്കെടുക്കും. ഇവിടെയുള്ള MLA ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. ഇവിടുത്തെ യുവത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വരുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്ത ഇഫ്താർ മീറ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു. അത് തീർച്ചയായിട്ടും പല്ലാരിമംഗലത്തോ കേരളത്തിലോ മാത്രം ഒരു നേട്ടമല്ല, നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മ രൂപപ്പെടേണ്ട ഒരു കാലത്ത് ഏതായാലും നല്ല നിലയിൽ ഇത്തരം ഒരു സംഗമം സംഘടിപ്പിച്ച ഫോക്കസ് ക്ലബിനെയും അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ജാതി മത വർഗഭേദമന്യേ ഇവിടെ ഒന്നുകൂടിയിട്ടുണ്ട്. എല്ലാവർക്കും റംസാൻ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ഫോക്കസ് ക്ലബ്ബ് ശേഖരിച്ച ഭവന നിർമ്മാണ സഹായ നിധിയും കൈമാറി. ക്ലബ്ബ് പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ അധ്യക്ഷനായിരുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ, പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ, സാലി ഐപ്പ്, പല്ലാരിമംഗലം സെൻട്രൽ മസ്ജിദ് ഇമാം സുബീർ ബാഖവി, ശിവക്ഷേത്രം പ്രസിഡന്റ് VS ദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് മൈദീൻ, A രമണൻ, അബൂബക്കർ മാങ്കുളം, നസിയ ഷമീർ, ഷിബി ബോബൻ, വിവിധ മത നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോക്കസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ മുകളേൽ സ്വാഗതവും ട്രഷറർ റിയാസ് മംഗലത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദൈവം കനിഞ്ഞു നൽകിയ മനോഹരമായ നീളമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കാൻ ഈസ്റ്റർ ദിനത്തിൽ മുറിച്ചു നൽകി വേട്ടാമ്പാറ വരിക്കമാക്കിൽ ലൈജു ഷീബ ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ ജൈന ലൈജു മാതൃകയായി. ചെറുപ്പം മുതൽ വളരെ നീളമുള്ള മുടിയായിരുന്നു ജൈനയുടേത്. ജൈനയുടെ ഈ സത്പ്രവൃത്തി മറ്റുള്ളവർക്ക് മാതൃകയാണ്. ദൈവം കനിഞ്ഞു നൽകിയ മനോഹരമായ നീളമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കാൻ ഈസ്റ്റർ ദിനത്തിൽ മുറിച്ചു നൽകി വേട്ടാമ്പാറ വരിക്കമാക്കിൽ ലൈജു ഷീബ ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ ജൈന ലൈജു മാതൃകയായി.
ചെറുപ്പം മുതൽ വളരെ നീളമുള്ള മുടിയായിരുന്നു ജയനയുടേത്. മുറിക്കാതെ വളർത്തിക്കൊണ്ടുവന്ന മുടി ക്യാൻസർ രോഗികൾക്ക് നൽകാനായിരുന്നു ആഗ്രഹം. തുടർന്ന് ഈസ്റ്റർ ദിനത്തിൽ മുടി മുറിച്ചു. കോതമംഗലം രൂപത ആശാകിരണം ക്യാൻസർ സുരക്ഷാ പദ്ധതി കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ മുടി ഏറ്റുവാങ്ങി. വേട്ടാമ്പാറയിൽ വരിക്കുമാക്കിൽ ലൈജു ഷീബ ദമ്പതികളുടെ 3 മക്കളിൽ നടുവിലത്തെ മകളാണ് ജൈന ലൈജു. ജൈനയ്ക്കുണ്ടായിരുന്ന മുടി ഇന്ന് ജൈന ഈസ്റ്റർ ദിനത്തിൽ ക്യാൻസർ രോഗിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുവാനായിട്ട് ഇന്ന് മുറിക്കുകയാണ്. മാലിപ്പാറ FMUP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടിയുടെ മാതൃക ക്യാൻസർ രോഗികൾക്ക് സഹായകരമാകുവാൻ തന്റെ മുടി മുറിച്ചു കൊടുത്തുകൊണ്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ ജൈന മാതൃകയാവുകയാണ്. ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ചു നൽകുന്നതിൽ സന്തോഷമുണ്ടെന്ന് മാലിപ്പാറ FMUP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായ ജൈന പറഞ്ഞു. എന്റെ മുടി ഞാൻ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാം, അതിലെനിക്ക് സന്തോഷമുണ്ട്. ജൈനയുടെ ഈ സത്പ്രവൃത്തി മറ്റുള്ളവർക്കും മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പൂച്ചെടികളെ സ്നേഹിച്ച വീട്ടമ്മയ്ക്ക് സ്നേഹ സമ്മാനമായി താൻ പരിപാലിച്ച 2 ഇന സഹസ്രദള താമരകളാണ് വിരിഞ്ഞിരിക്കുന്നത്. ഇതിൽ അപൂർവമായി വിരിയുന്ന ഹാർഡി ഇനത്തിൽപ്പെട്ട സഹസ്രദള താമര പുഷ്പിച്ചതാണ് വിസ്മയ കാഴ്ചയായിരിക്കുന്നത്. ഹൈറേഞ്ചിൽ ആദ്യമായി വിരിഞ്ഞ ഈ അപൂർവ ഇനം താമരപ്പൂവ് കാണുവാൻ സന്ദർശകർ ഏറെ. കുമിളിക്ക് സമീപം 10 മുറിയിൽ വള്ളിയാങ്കൽ രാധിക എന്ന വീട്ടമ്മയുടെ പൂന്തോട്ടത്തിലാണ് ഈ അപൂർവ ഇനം സഹസ്രദള താമര സന്ദർശകരുടെ നയനങ്ങൾക്ക് അത്ഭുതത്തിന്റെ കാഴ്ച സമ്മാനിക്കുന്നത്. കാണാം ഞങ്ങളുടെ പ്രതിനിധി VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രകൃതിക്ക് നയനമനോഹര കാഴ്ചകളേകുന്ന പുഷ്പങ്ങൾ ഏവർക്കും പ്രിയപ്പെട്ടവയാണ്. പൂക്കളെ സ്നേഹിക്കാത്തവർ വിരളവും. എന്നാൽ പൂച്ചെടികളെ സ്നേഹിച്ച് പരിപാലിച്ചതിന് ഒരു വീട്ടമ്മയ്ക്ക് ലഭിച്ച സമ്മാനം താൻ പരിപാലിച്ച 2 ഇനം താമരകൾ വിരിഞ്ഞതാണ്. ഇതിൽ അപൂർവ ഇനത്തിൽപ്പെട്ട സഹസ്രദള താമര നൽകിയ പൂവസന്തത്തിന്റെ നിർവൃതിയിലാണ് ഇന്ന് കുമളിക്ക് സമീപം 10 മുറിയിലെ വള്ളിയാങ്കൽ വീട്ടിൽ രാധിക എന്ന വീട്ടമ്മയും ഒപ്പം കുടുംബവും. ഇവർ പരിപാലിച്ച 2 ഇനം സഹസ്രദള താമരകളിൽ അപൂർവമായി പുഷ്പിക്കുന്ന ഹാർഡി ഇനത്തിൽപ്പെട്ട സഹസ്രദള താമരയാണ് ഹൈറേഞ്ചിൽ ആദ്യമായി ഇവിടെ പുഷ്പിച്ചിരിക്കുന്നത്. സഹസ്രദള താമരകളുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ കണ്ട രാധിക 2 ഇനം താമര വിത്തുകൾ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഓൺലൈനായി വരുത്തുകയായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം പുഷ്പിച്ച സഹസ്രദള താമരകളുടെ വിശേഷം രാധിക BBC ന്യൂസുമായി പങ്കുവച്ചു. പൂക്കളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ. അങ്ങനെ ഓരോ ഓൺലൈൻ വഴി ഓരോ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞാൻ മേടിച്ച് ഇത്രയൊക്കെ ആക്കി എടുത്തതാണ്. പിന്നെ ഞാൻ താമരയെക്കുറിച്ച് ഫോണിൽ കണ്ടപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി വരുത്തി. എനിക്കൊരു 30 വെറൈറ്റിയോളം താമരയുണ്ട്. ഇതിൽ സഹസ്രദളം ഇപ്പം പൂത്തിരിക്കുവാണ്. 2 എണ്ണം ഒരുപോലെ എനിക്ക് പൂത്തു. 3 കൊല്ലമായി വാങ്ങിച്ചിട്ട്. പിന്നെ 2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ട് അത് പൂവായില്ലായിരുന്നു. കാലാവസ്ഥ മോശമായത് കാരണം ഈ പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് തന്നെ പൂ കിട്ടും. 1 മാസം കൊണ്ട് എനിക്ക് പൂ കിട്ടും. 30 ഇനം താമരകളാണ് ഈ വീട്ടമ്മ തൻ്റെ പരിമിതമായ 17 സെന്റ് ഭൂമിയിൽ പരിപാലിച്ചു വരുന്നത്. ഒപ്പം വിവിധ ഇനം ആമ്പൽ ചെടികളും പരിപാലിച്ചു വരുന്നു. യഥാസമയവും വെയിൽ ആവശ്യമായ സഹസ്രദള താമരകൾക്ക് DAP, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത്. ഹൈറേഞ്ചിൽ ഇതാദ്യമായാണ് സഹസ്രദള താമര വിരിഞ്ഞു കാണുന്നതെന്ന് തൻ്റെ കുട്ടികൾക്കൊപ്പം ഇവിടെ സന്ദർശനത്തിനെത്തിയ രമ്യ പറയുന്നു. പൂക്കളെമ്പടിയുണ്ട്, ചെടികൾ ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു. താമര വെറൈറ്റി ഐറ്റംസ് ഒത്തിരി തന്നെ ഉണ്ട്. നല്ല അഭിപ്രായമാണ്. ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത്രയും വളർത്തുന്നതും. സ്ഥലപരിമിതി പോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. രാധികയുടെ പൂച്ചെടി പരിപാലനത്തിന് ഭർത്താവ് ശിവൻകുട്ടിയും മകനും ഒപ്പമുണ്ട്. എല്ലാ കാര്യത്തിലും എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. ഷാനോടെ കൊടുക്കും, ഇന്നലെ മെറ്റ് കെട്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളങ്ങൾ മേടിച്ചു കൊടുക്കാനും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വെള്ളം ഒഴിക്കാൻ അവിടെ കൂട്ടത്തിൽ ചെയ്യാനും എല്ലാം ഫുൾ സപ്പോർട്ട് എൻ്റെ ഉണ്ട്. മക്കളെ മോനുണ്ട്, അവൻ്റെ ഉണ്ട്. ഇവയ്ക്കൊപ്പം 40 ഇനം റോസാപ്പൂച്ചെടികളും അസീലിയ, ഓർക്കിഡ്, അഡീനിയ, ജെറേനിയം, ഡെയ്സി ബോൾസ്, ഡങ്കിൾ ഡിങ്കിൾ, പെറ്റൽ തുടങ്ങിയ പൂച്ചെടികളും രാധിക പരിപാലിച്ചു വരുന്നുണ്ട്. തങ്ങളുടെ സ്ഥലപരിമിതി തൻ്റെ പൂച്ചെടി സ്നേഹ പരിപാലനത്തിന് വിഘ്നമാവുമ്പോൾ ഈ പരിമിത സൗകര്യങ്ങളിൽ ഒരുക്കിയ ഉദ്യാനത്തിലെ ചെടികൾക്കും പുഷ്പങ്ങൾക്കുമായി ആവശ്യക്കാർ അന്വേഷിച്ചു വരാറുണ്ടെന്നും രാധികയും കുടുംബവും പറയുന്നു. പരിമിതമായ സ്ഥലത്ത് ആരാമ വസന്തം ഒരുക്കിയ ഈ വീട്ടമ്മയ്ക്കും കുടുംബത്തിനും BBC ന്യൂസിൻ്റെ ആശംസകൾ. ന്യൂസ് ബ്യൂറോ, കുമളി. ഇടുക്കി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം ഈസ്റ്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ റോജി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു.
ഇടുക്കി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം ഈസ്റ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു നരേന്ദ്രമോദി ഭരണം, ഒരു BJP ഭരണം രാജ്യത്തുണ്ടായാൽ നമുക്ക് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നമുക്ക് ഇവിടെ കോതമംഗലത്ത് ചിലപ്പോൾ കൂടാൻ സാധിച്ചൊന്നും വരില്ല. ഡീൻ കുര്യാക്കോസ് ഇവിടെ MP ആയി മത്സരിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. റോജി എം ജോൺ ചിലപ്പോൾ MLA ആയിട്ടുണ്ടാവില്ല. കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെറുതെ പറയുന്നതല്ല. BJPയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ്, കർണാടകയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്ന ആനന്ദ് കുമാർ ഹെഗ്ഡെ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമുക്ക് സാന്ദർഭികമായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ആവേശത്തിൽ പറഞ്ഞതായിട്ടോ ഒന്നും കരുതാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന മാറ്റിയെഴുതുന്നു. സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KP ബാബു, ഷിബു തെക്കുംപുറം, ഷമീർ പനക്കൽ, ബാബു എലിയസ്, അബു മൊയ്തീൻ, എബി എബ്രഹാം, ജോർജ് വർഗീസ്, അനൂപ് ഇട്ടൻ, അനൂപ് കാസിം, AT പൗലോസ്, PC ജോർജ്, ഷിബു കുര്യാക്കോസ്, പ്രിൻസ് വർക്കി, ജോസ് കവളമാക്കൽ, K മുരളി, മാത്യു മുക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി സണ്ണി വർഗീസ് ചെയർമാൻ, ജോസ് കവളയ്ക്കൽ ജനറൽ കൺവീനർ എന്നിവർ അടങ്ങുന്ന 301 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം രൂപത മതബോധന കേന്ദ്രത്തിന്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന അവധിക്കാല മതബോധന പരിശീലനം വിശ്വാസോത്സവം കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ തുടക്കമായി. സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിൻസി ജോമോൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത മതബോധന കേന്ദ്രത്തിന്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന അവധിക്കാല മതബോധന പരിശീലനം വിശ്വാസോത്സവം 2024 കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ തുടക്കമായി. സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിൻസി ജോമോൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനെ കുറിച്ചാണ് നമ്മൾ വിശ്വാസോത്സവത്തിൽ പഠിക്കുന്നത്? വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ചാണ്. അപ്പോൾ ആ കുമ്പസാരം എന്താണെന്ന് കുർബാന സ്വീകരണം ഇതൊക്കെ നടത്തിയവർക്ക് അത്യാവശ്യം നല്ല ധാരണകളുണ്ട്. അത് തന്നെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഈ വിശ്വാസോത്സവത്തിന്റെ 4 ദിവസങ്ങൾ ഉപകാരപ്പെടും. ഈ 3 സെക്ഷനായിട്ടാണ് അത്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ ഒരുമിച്ചാണ്. അതുപോലെ 5 മുതൽ 8 വരെയുള്ള കുട്ടികൾ രണ്ടാമത്തെ സെക്ഷൻ, 9 മുതൽ 12 വരെയുള്ള കുട്ടികൾ അടുത്ത സെക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് ആ ക്ലാസിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഈ വിശ്വാസ പരിശീലനം നിങ്ങളുടെ ജീവിതത്തിലെ U-ടേൺ ആയി മാറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. അപ്പൊ അങ്ങനത്തെ ചിന്തയിൽ നിന്ന് മാറിയിട്ട് ആ ഉള്ള സമയം ഏറ്റവും സന്തോഷകരമായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഇവിടെ ചെലവഴിക്കാനും അതിൽ നിന്ന് ഫലങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങനെ ആ ഒരു കൃത്യതയാർന്ന ഒരു U-ടേൺ അത് നമ്മുടെ ജീവിതത്തിന് സ്വന്തമാക്കാനും സാധിക്കട്ടെ. അപ്പൊ അതിനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അധ്യാപകരും നമ്മുടെ PTA അംഗങ്ങളും ഒക്കെ ഏറെ സജീവമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനും സഹകരിക്കാനുമായിട്ട്. അപ്പൊ അവരോട് ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് ഈ ദിവസങ്ങൾ നമുക്കും സുന്ദരമാക്കി മാറ്റിത്തീർക്കാം. ജോസ് കച്ചേരിയിൽ സിസ്റ്റർ ജിസ്മിയ എന്നിവർ പ്രസംഗിച്ചു. U-ടേൺ എന്ന പേരിൽ നടത്തുന്ന വിശ്വാസോത്സവത്തിൽ കുമ്പസാരം എന്ന കൂദാശയാണ് മുഖ്യ വിഷയമായി പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്ന വിശ്വാസോത്സവത്തിൽ ക്ലാസുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, ഗെയിമുകൾ, ചർച്ചകൾ, റാലി, മത്സരങ്ങൾ, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് തുടങ്ങിയവയാണ് പ്രവർത്തനങ്ങൾ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിശ്വാസോത്സവം വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രതീക്ഷിച്ച രീതിയിൽ വേനൽ മഴ ലഭിക്കാതെ ആയതോടെ ഹൈറേഞ്ചിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് വേനൽ മഴ പെയ്തത്. ജലലഭ്യത കുറഞ്ഞതിനൊപ്പം വേനൽ മഴ വൈകുക കൂടി ചെയ്യുന്നത് ഏലം കർഷകരെ ഉൾപ്പെടെ വലയ്ക്കുകയാണ്. ഏപ്രിൽ ആരംഭിച്ചിട്ടും പ്രതീക്ഷിച്ച രീതിയിൽ വേനൽ മഴ ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മാർച്ച് മാസത്തിൽ ലഭിച്ച വേനൽ മഴ തീർത്തും കുറവാണെന്ന് കർഷകർ പറയുന്നു. ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് വേനൽ മഴ പെയ്തത്. പകൽ സമയത്ത് ഇപ്പോഴും ഹൈറേഞ്ചിൽ ഉയർന്ന താപനിലയാണുള്ളത്. ചെറു അരുവികളും ജലസ്രോതസ്സുകളുമെല്ലാം പൂർണ്ണമായി തന്നെ വറ്റി വരണ്ടു. ഇതോടെ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനം നിലച്ചു. വേനൽ മഴയുടെ കുറവും ജലലഭ്യതയും ഏലം കർഷകരെയാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. വരൾച്ച ബാധിച്ച് ഏലത്തട്ടകൾ നിലം പതിക്കുന്ന സ്ഥിതിയുണ്ട്.
കൃഷിനാശമുണ്ടായ കർഷകർക്ക് സർക്കാർ സഹായം ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നു. അതിരൂക്ഷമായ വളരെ വേദനാജനകമായ സമയത്തിലൂടെയാണ് ഈ ഇടുക്കി ജില്ലയിലെ ചെറുകിട കർഷകർ കടന്നുപോകുന്നത്. അതിശക്തമായ വരൾച്ച മൂലം കൃഷിക്കാരുടെ കാർഷിക വിളകൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിഞ്ഞുണങ്ങി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ലഭിക്കാനില്ല. ചെറുകിട ഏലം കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 600 രൂപ 650 രൂപ മാത്രം വില ഉണ്ടായിരുന്ന ഏലത്തിന് ഇപ്പോൾ 1500 രൂപ ലഭിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി പരിപാലിച്ചു വന്ന ഏലം കൃഷിയെ നാമാവശേഷമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊന്നത്തടി വില്ലേജിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 4700-ലധികം കർഷകർ ഏലം കൃഷി ചെയ്യുന്നു. അവരുടെ കാർഷിക വിളകൾ ആകെയുള്ള പ്രതീക്ഷ ഈ ഏലം കൃഷിയാണ്. ഏലം കൃഷി ജലസേചനത്തിലുള്ള യാതൊരു സൗകര്യങ്ങളും അവർക്ക് ലഭ്യമല്ല. മറ്റ് യാതൊരു വിധ ഉപാധികളും കർഷകർക്കില്ല. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന നിരവധിയായ കർഷകരുടെ ഈ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അതികഠിനമായ വരൾച്ചയെ നേരിടുന്ന ജാതി, ഏലം അതുപോലുള്ള കാർഷിക വിളകളൊക്കെ അതികഠിനമായ വരൾച്ചയെ നേരിടുമ്പോൾ കർഷകർക്ക് ആശ്വാസ നടപടികളുമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഏലം കർഷകർക്ക് അനിവാര്യമായ നടപടികൾ, ആശ്വാസ നടപടികൾ, ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ, അതുപോലെ മറ്റ് സബ്സിഡിയോ മറ്റ് കാർഷിക സഹായ പദ്ധതികൾ അടിയന്തരമായിട്ട് ആവിഷ്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അല്പമെങ്കിലും നിസ്സംഗത പുലർത്തിയാൽ ജനങ്ങൾ വളരെ ദുരിതത്തിലേക്ക് മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ്റുകൾ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. വാഴകൃഷി പോലുള്ള തന്നാണ്ട് വിളകളെയും ജാതി കൃഷിയെയും ഒക്കെ വേനൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. തണലൊരുക്കുന്നതിനും ജലസേചനം നടത്തുന്നതിനും കർഷകർക്ക് വലിയ തുക ചെലവായി വരുന്നു. ഇത്തവണ കാലവർഷത്തിലുണ്ടായ കുറവും പുഴകളിലെ ജലനിരപ്പും ക്രമാതീതമായി താഴാൻ കാരണമായിട്ടുണ്ട്. വേനൽ മഴയിൽ കാര്യമായ കുറവുണ്ടാകുകയും വേനൽ കനക്കുകയും ചെയ്താൽ കാർഷിക മേഖലയ്ക്ക് അത് കൂടുതൽ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വനമേഖലയിലെ 6-ാം മൈലിൽ കാട്ടാന ഇറങ്ങി. റോഡിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് പാതയോരത്ത് കാട്ടാന എത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വനമേഖലയിലെ 6-ാം മൈലിൽ കാട്ടാന ഇറങ്ങി. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു. റോഡിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് പാതയോരത്ത് കാട്ടാന എത്തിയത്. ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും മുമ്പ് പലതവണ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇരുചക്ര വാഹനയാത്രികൻ ഒരിക്കൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനയാത്രികരടക്കം നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ രാത്രികാലത്ത് ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുമുണ്ട്. കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുവാൻ ദേശീയപാതയിൽ നിരീക്ഷണം വേണമെന്ന ആവശ്യം ഉയരുന്നു. വേനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാന സാന്നിധ്യം വർദ്ധിക്കുമോ എന്നും ആശങ്കയുണ്ട്. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ വി മത്തായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 15-ന് ബാങ്കിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണാനുഭവ കൺവെൻഷൻ ആരംഭിച്ചു. ആദ്യ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്താൻ മാർ തോമസ് തറയിൽ വചനപ്രഘോഷണം നടത്തി. രാജ്യത്തെ ജനാധിപത്യ BJP സർക്കാർ കൽത്തുറങ്ങിൽ അടച്ചെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. മതസൗഹാർദ്ദ സംഗമമായി പല്ലാരിമംഗലത്ത് സമൂഹ ഇഫ്താർ മീറ്റ് നടന്നു. പല്ലാരിമംഗലം ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ മീറ്റ് നടത്തിയത്. ദൈവം കനിഞ്ഞു നൽകിയ മനോഹരമായ നീളമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കാൻ ഈസ്റ്റർ ദിനത്തിൽ മുറിച്ചു നൽകി വേട്ടാമ്പാറ വരിക്കമാക്കിൽ ലൈജു ഷീബ ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ ജൈന ലൈജു മാതൃകയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.